എക്സൈസിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി നൽകി സർക്കാർ ഉത്തരവ്. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. എക്സൈസ് കമ്മീഷണർക്ക് പൂർണ്ണ ചുമതല. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, പറയൂ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അബ്കാരി വകുപ്പ് പ്രകാരവും ഒപ്പം തന്നെ ഈ എക്സൈസിന് കീഴിലുമൊക്കെ ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒപ്പം തന്നെ മയക്കുമരുന്ന് പിടിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അടിമുടി ഒരു മാറ്റം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ ഒരു പുനരാലോചന നടത്തുകയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി എക്സൈസിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഒപ്പം തന്നെ 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകളിലേക്ക് അധിക ചുമതല നൽകിയുമാണ് പുതിയ ചുമതല കൈമാറ്റവും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തത്. എക്സൈസ് കമ്മീഷണർക്ക് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തന അനുമതി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് സർക്കാർ തലത്തിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി നൽകുന്നതോടൊപ്പം ഇതിന്റെ സംസ്ഥാന ആസ്ഥാനം തിരുവനന്തപുരത്തായിരിക്കും എന്നുള്ളതും ഈ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വലിയ രീതിയിൽ പരാതികൾ ഉയരുന്ന സാഹചര്യം, ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള ഒരു പദ്ധതി, ഒരു ബൃഹത് പദ്ധതി ഒരു ഭാഗത്ത് തുടരുന്നു. മറുഭാഗത്ത് ഈ മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെ തടയാൻ എക്സൈസിന്റെ തന്നെ പ്രത്യേക കർമ്മ പദ്ധതികളൊക്കെ തുടരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ കുറവ് കാര്യമായി തന്നെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഒരു പുനർ ആലോചന നടത്തിക്കൊണ്ട് സർക്കാർ ഇത്തരത്തിലൊരു പുതിയ സംവിധാനത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് അബ്കാരി കേസുകൾ കുറയ്ക്കാനും ഒപ്പം തന്നെ ഈ മയക്കുമരുന്ന് തടയുന്നതിനൊക്കെ ഈ പുതിയ സംവിധാനം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളും തസ്തികകളടക്കമാണ് ഇപ്പോൾ സാധ്യമാക്കിക്കൊണ്ട് ഔദ്യോഗിക ഉത്തരവ് സർക്കാർ തലത്തിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. എക്സൈസിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് എസ് ശാലിനിയാണ് തലസ്ഥാനത്ത് നിന്ന്.